സന്നദ്ധ സംഘടനയായ HRDSനെതിരെ തട്ടിപ്പ് നടത്തിയത് ഉൾപ്പെടെ ഗുരുതര ആരോപണവുമായി ജീവനക്കാരൻ രംഗത്ത്. സ്ഥാപക സെക്രട്ടറി അജയ് കൃഷ്ണനെതിരെ പോക്സോ പരാതി നൽകിയ ജീവനക്കാരനാണ് പുതിയ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത്. അജയ് കൃഷ്ണനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്നും പരാതിക്കാരൻ പറഞ്ഞു. പോക്സോ കേസ് ഒതുക്കി തീർക്കാൻ HRDS പണമൊഴുക്കി എന്നാണ് പരാതിക്കാരന്റെ ആരോപണം. HRDS ജീവനക്കാരിയെ ഉപയോഗിച്ച് മുൻ കേന്ദ്രമന്ത്രി S കൃഷ്ണകുമാറിനെതിരെയും വ്യാജ പരാതി നൽകി കൊടുക്കാൻ ശ്രമിച്ചതിന് പിന്നിൽ അജയ് കൃഷ്ണനാണെന്ന് പരാതിക്കാരൻ പറയുന്നു. BJP, RSS, പ്രധാനമന്ത്രിയുടെ ഓഫീസ് എന്നിവയുമായി ബന്ധമുണ്ടെന്ന വ്യാജ പ്രചാരണവും HRDS നടത്തുന്നുണ്ട്. കോൺട്രാക്ടർമാരെ തെറ്റിദ്ധരിപ്പിച്ച് പണം തട്ടാനുള്ള ശ്രമമാണെന്ന് ആരോപണം. സന്നദ്ധ സംഘടനയ്ക്ക് FCRA ലൈസൻസ് ഇല്ലെന്നും ജീവനക്കാരൻ വെളിപ്പെടുത്തി. ഞാൻ പരാതിക്ക് പോയ പക്ഷേ അവർ ഈ പറഞ്ഞ പോലെ പൈസ കൊടുത്തത് അല്ലെങ്കിൽ പൈസ ചെലവഴിച്ച് അത് മറികടന്നു. S കൃഷ്ണകുമാറിനെതിരെ പോലും HRDSന്റെ സ്റ്റാഫിനെ വെച്ചിട്ട് പരാതി കൊടുത്ത ചരിത്രമുണ്ട്. സംഘപരിവാർ സംഘടനയാണെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധമുണ്ടെന്നും പ്രധാനമന്ത്രി സഹായിക്കുന്നുണ്ടെന്നും അമിത്ഷാജിയുടെ ഓഫീസ് സഹായിക്കുന്നുണ്ടെന്നും വ്യാജമായി പറയുന്നതല്ലാതെ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ല. മകളെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയതിനെതിരെ നൽകിയ പോക്സോ പരാതിയിൽ അജയ് കൃഷ്ണനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പരാതിക്കാരൻ നാളെ കോടതിയെ സമീപിക്കും. HRDSന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നടപടികളിൽ ഭയമുണ്ടെന്നും പരാതിക്കാരൻ പറയുന്നു. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.